ഹലോ, ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇന്ന് ഭയങ്കര മഴമൂടുള്ള ദിവസമായിരുന്നേ. രാവിലെ അപ്പവും സാമ്പാറുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. ഞാനത് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആമി എണീറ്റു കേട്ടോ. ഇപ്പം ദാ ആമിയുടെ പുറകെ ഫുഡ് കൊടുക്കാൻ വേണ്ടി ഞാൻ ഓടി നടക്കുവാണേ. ആമി ഫുഡ് കഴിക്കുന്നതിനിടയിൽ പല പരിപാടികളും നടത്തും കേട്ടോ. ഇപ്പം അതാ കാറ് കഴുകുകയാണ്. ഞാൻ ആമിക്ക് ഫുഡ് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ ദാ മീൻ കുഞ്ഞുങ്ങൾക്കും ഫുഡ് കൊടുക്കുക. ആമി എന്താണോ കഴിക്കുന്നത് അതിൻ്റെ ചെറിയൊരു അംശം അവർക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന മുട്ടയുടെ ഉണ്ണിയാണ് കേട്ടോ. അത് ദിവസവും അവർക്ക് കൊടുക്കാറുണ്ട്. കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിക്കോട്ടെ മീൻ കുഞ്ഞുങ്ങളും. ചെറിയൊരു വെയിൽ വന്നപ്പോഴത്തേക്ക് ഓടിപ്പോയി ഞാൻ കുറച്ച് തുണികൾ വെയിലത്തോട്ട് ഇട്ടു കേട്ടോ. മഴ വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് ഒരു വട്ടയപ്പത്തിൻ്റെ ഒരു കഷ്ണം കൂടി കഴിച്ചേ. പിന്നെ ഒന്ന് ഉറങ്ങി വന്നപ്പോഴത്തേക്കുമാണ് കൊറിയറിൽ നിന്ന് വിളിച്ചേട്ടോ. ആമീനെ ഉറക്കാൻ കിടക്കുന്ന കൂട്ടത്തിൽ ഞാനും അറിയാതെ ഉറങ്ങിപ്പോയതാണ്. ഫുഡൊന്നും കഴിക്കാതെ കിടന്ന് ഉറങ്ങിപ്പോയി. ആ ഒരു ക്ഷീണം എൻ്റെ മുഖത്തുണ്ട്. ചെറിയൊരു മഴക്കാറ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ താഴോട്ട് ഇറങ്ങി ചെന്നു. ഭയങ്കര ഒരു കയറ്റം ഉറക്കം കേട്ടോ നമ്മുടെ വീട്ടിൽ. അങ്ങനെ എനിക്ക് സാധനം കിട്ടി. ഇത് മീഷോന്ന് ഞാൻ വാങ്ങിച്ച ഒരു കുർത്ത സെറ്റാണ് കേട്ടോ. പാൻറ്റ് ടോപ്പ് മാത്രമേ ഉള്ളൂ, വെൽവെറ്റിൻ്റെ ആണേ. ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ കുറേ നാൾ അത് കാറ്റി കിടന്നു. കല്യാണം കഴിഞ്ഞ ഒരു സമയത്താണ് എനിക്കൊരു ചുരിദാർ സെറ്റ് വാങ്ങി തന്നായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ഷോള് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ടോപ്പൊന്നും എനിക്ക് പാകാവാതെ വന്നു. അപ്പോൾ അതങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതിന് ചേരുന്ന ഒരു സെറ്റായിട്ടാണ് ഞാൻ ഈ ഒരു കുർത്ത എടുത്തേക്കുന്നത് കേട്ടോ. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ അടിപൊളി സാധനം കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്ന 542 രൂപയാണ്. 542 രൂപയ്ക്ക് ഇതുപോലെ ലേസ് വർക്കൊക്കെ ചെയ്യുന്ന നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു കുർത്ത കിട്ടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ലല്ലോ. കടയിൽ പോയ മാക്സിമം എങ്ങനെ പോയാലും ഒരു 1000 അടുത്ത് വരും. അതിൻ്റെ തുണിയുടെ ചാർജും സ്റ്റിച്ചിങ് ഫീയും എല്ലാം കൂടെ ചേർത്ത് അങ്ങ് പോകും. എനിവേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാണ് ഞാൻ ആ പറഞ്ഞ ഷോൾ. ആമി പുറകെ കിടന്ന് ഉറക്കം കേട്ടോ. നല്ല ഇറക്കമുണ്ട്. ചില സമയത്ത് എനിക്ക് മീഷോന്ന് ടോപ്പൊക്കെ എടുക്കുന്ന ചെറിയ ഡൗട്ട് വരും കേട്ടോ. ഇറക്കം ഉണ്ടാവും, എനിക്ക് കുറച്ച് ലെങ്ത്ത് വേണം ടോപ്പിനെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. എന്തായാലും ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ മുഖത്ത് നല്ലൊരു ടയർഡ്നെസ് ഇല്ലേ, ചെറിയൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഉറങ്ങി എണീറ്റതിൻ്റെ ഉണ്ട്, പിന്നെ ചെറിയൊരു മേലുവേനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ക്ഷീണം എൻ്റെ മുഖത്തുണ്ട്. എന്തായാലും കണ്ടപ്പോൾ ഇട്ട് നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ ഇട്ട് നോക്കി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ നെക്ക് പോർഷനിലൊക്കെ അടിപൊളി ഡിസൈനായിട്ട് വന്നു. അങ്ങനെ കുർത്തയെല്ലാം എടുത്ത് വെച്ച് ഭയങ്കര സന്തോഷത്തോടെ പോയി ഞാൻ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. ഇത് ഉരുളക്കിഴങ്ങിൻ്റെ മെഴുക്ക് പുരട്ടിയാണ്. പിന്നെ വാഴയ്ക്കയും തക്കാളിയും കൂടെ ചേർത്ത് തേങ്ങ അരച്ചൊരു കറി കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചൂരമീൻ്റെ വറുത്തതുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് ആമി എടുത്തേക്ക് കിടന്നു കേട്ടോ. ആമി ഉറങ്ങുന്ന വരെയാണ് എനിക്കൊരു റെസ്റ്റ് എടുക്കാനൊരു ടൈം കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ മാക്സിമം ആ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. ഞാൻ പോയി കിടന്നത് നല്ല പെരുമഴയും പെയ്തു കേട്ടോ. നോക്കി പുറത്തെ കാഴ്ച കൊണ്ട് ഭയങ്കര സൗണ്ടൊക്കെ ആയിരുന്നു. പിന്നെ വൈകുന്നേരം രാത്രി ആയപ്പോഴത്തേക്കും എനിക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലാണ് ഒരു ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആമി ആദ്യമായിട്ടാണ് ക്രിസ്മസ് ട്രീ കാണുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ അവൻ. മഴ അപ്പോഴേക്കും ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വേഗം പോയി തൊട്ടടുത്ത് തന്നെയുള്ള റോയൽ ബേക്കറിയിൽ നിന്ന് ഷവർമ്മ വാങ്ങി കഴിച്ചു കേട്ടോ. കഴിച്ചു കഴിഞ്ഞത് മഴ വീണ്ടും തുടങ്ങി. പിന്നെ ഞങ്ങൾ വേഗം തന്നെ വീട്ടിലേക്ക് പോരുക ചെയ്തേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.